പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കെല്ലാവർക്കും ബൈബിളിൽ വളരെ പരിചിതമായ കഥയാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ 1 ശമൂവേൽ 17:33 നമ്മൾ വായിക്കുന്നത്, ദാവീദ് ശൗലിനോട് പറയുക, ഞാൻ പോയി ഫിലിസ്തീന് നേരെ യുദ്ധം ചെയ്യാമെന്ന് പറയുമ്പോൾ ശൗല് പറയുന്നത് ദാവീദിനോട്, നീ ഒരു ബാലനാ, നിനക്ക് അതിനുള്ള പ്രാപ്തിയില്ല. പക്ഷെ ഗോലിയാത്തോ അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ അപ്പൻ്റെ ആടുകളെ മേയിച്ചപ്പോൾ അതിനെ പിടിക്കാൻ വന്ന ഒരു സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് അതിനെ ഞാൻ വിടുവിച്ചു. എന്നിട്ട് അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ താടിക്ക് പിടിച്ച് അതിനെ രണ്ടിനെയും കൊന്നു എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഹല്ലേലൂയ. അതെവിടെയാണ് നടന്നത്? ദാവീദ് കാട്ടിൽ തന്നെ ആയിരിക്കുമ്പോൾ. അത് മറ്റാരും കണ്ടിട്ടില്ല, അല്ലേ? ഹല്ലേലൂയ. ദാവീദിൻ്റെ ആ തന്നെയായിരുന്ന സാഹചര്യത്തിൽ ദാവീദിന് നേരെ കടന്നു വന്ന ആ സിംഹത്തെയും കരടിയെയും തോൽപ്പിക്കുവാൻ തക്കണമുള്ള കൃപ ദാവീദിന് ലഭിച്ചു. ഹല്ലേലൂയ. അത് ദാവീദിൻ്റെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ബലമുണ്ടായിരുന്നു ദാവീദിന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ. കാരണം നമ്മൾ ആ 17 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്നുണ്ട്, ആ കരടിയുടെയും സിംഹത്തിൻ്റെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫെലിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. അപ്പം ദാവീദ് അതിനു മുമ്പ് കടന്നു പോയ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു അത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഏവർക്കും ദൈവം അതോറിറ്റി തന്നിട്ടുണ്ട്, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. അത് നമ്മൾ ലൂക്കോസ് 10 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ അതോറിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ കടന്നു പോകണം. ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ സഭയിലായിരിക്കുമ്പോഴോ മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുമ്പോഴല്ല, നമ്മൾ തന്നെയായിരിക്കുമ്പോൾ വേർപെട്ടിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ച് കർത്താവിൽ ബലപ്പെട്ട് കർത്താവിൽ നിന്ന് കൃപയെ പ്രാപിക്കുവാൻ തക്കൊണ്ട് നമ്മൾ കഴിയണം. അത് ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ കൃപ ജ്വലിക്കാൻ തുടങ്ങും, നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ നമുക്കത് പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന യുദ്ധങ്ങളെ പബ്ലിക്കായിട്ടും അല്ലാതെയും വരുന്ന യുദ്ധങ്ങളെ ജയിച്ച് കയറുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആ ഒരു കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കുമ്പോൾ വേർപെട്ടിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ആ കൃപ പ്രാപിച്ചെടുക്കണം. വി ഹാവ് ടു ട്രെയിൻ അവർ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്കങ്ങനെ നമ്മുടെ ദിവസങ്ങൾ സമയത്തെ മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ദൈവവചനം ധ്യാനിച്ച് ആ കൃപ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമ്മളെ തന്നെ ദിവസത്തിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.